ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെറന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ 50 കിങ് സീരീസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതായത് ഈ ഒരു സെഷനോട് കൂടി നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ആവുകയാണ്. അതിനുശേഷം നമ്മൾ ബോട്ട് ആൻഡ് സ്ട്രീം ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ ഏകദേശം ബാങ്കിനും SSCക്കും റെയിൽവേക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ആലോചിച്ച് ലോജിക്ക് വഴി ചെയ്യേണ്ടതും ഒപ്പം ഷോർട്ട് കട്ട്സ് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ള സീരീസ് ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും കണ്ട് പ്രിപ്പയർ ചെയ്ത് ഒപ്പം തന്നെ റെസ്പോണ്ട് ചെയ്ത് പോയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ കാരണം നമ്മളൊരു 10-20 മാക്സിമം 30 മിനിറ്റിൻ്റെ സെഷനാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി പ്ലാനിൽ ഈസി ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ആരും അത് മിസ്സാക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. എ മോട്ടോർ സൈക്ലിസ്റ്റ് ലെഫ്റ്റ് 6:06 minutes later than the scheduled time, but in order to reach its destination 21 km away in time, he had to increase his speed by 12 km per hour from the usual speed. What is the usual speed of the motorcyclist? അപ്പോൾ ഇത് ചെയ്യാൻ നേരം d/Δs Δt അല്ലേ, നമ്മളത് പറഞ്ഞായിരുന്നു. അത് ചെയ്യാൻ നേരം നമുക്ക് ചെയ്ത് കിട്ടുന്ന ഫാക്ടേഴ്സ് അടുത്തടുത്തുള്ളത് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, മാക്സിമം അടുത്തുള്ളത്. അപ്പോൾ ഇതാ നോക്കിയേ, അത് വെച്ചിട്ടാണ് ചെയ്യണം. ഞാൻ ഹിൻഡ് പറയാം, അപ്പോൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കോ. അപ്പോൾ d/Δs × Δt അത് ചെയ്യുന്നതിന് d എത്ര, 21 കിലോമീറ്റർ അവേ. ആൻഡ് 6:6/9 എന്ന് പറഞ്ഞാൽ 54 6 60/9, അതായത് /60 ചെയ്യാൻ നേരം 1/9 അവർ എന്ന് വരുവേ. ഇത്രയും മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പം 1/9 Δt എന്ന് പറയുന്നത് 1/9 Δs എന്ന് പറയുന്നത് 12 km/h 3 4, അതായത് 63/4. ഒരു ഫ്രാക്ഷൻ കിട്ടിയില്ലേ. ഇനിയും ഇതിൽ നമ്മൾ ന്യൂമറേറ്റർ മാത്രം നോക്കുക. ന്യൂമറേറ്റർ മാത്രം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 21 × 3 എഴുതാം, 7 × 9 എഴുതാം, അതല്ലാതെ 63 × 1 അങ്ങനെ എഴുതാം. ഇതിലെ നിയറസ്റ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 7 9 അല്ലേ. അപ്പം നമ്മൾ 7 ഏതാ ഇൻക്രീസ്ഡ് ബൈ, ഓക്കെ, 7 9 നമുക്ക് റേഷ്യോ എഴുതാൻ പറ്റി. സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:9 ആയിരിക്കും. കാരണം എന്താ, രണ്ടാമത്തെ കേസിൽ സ്പീഡ് കൂട്ടിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആദ്യത്തെ ഈ 2 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എത്ര, 12 km/h. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നതോ 6 km/h. നമുക്ക് വേണ്ടത് യൂഷ്വൽ സ്പീഡാണ്. യൂഷ്വൽ സ്പീഡ് 7 യൂണിറ്റ് ആണ്. സോ 7 കറസ്പോണ്ട്സ് ടു × 6 ചെയ്യാൻ നേരം 42 km/h ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 42 km/h. d/Δs × Δtയുടെ ടിപ്പിക്കൽ പ്രോബ്ലം അല്ല, കുറച്ചുകൂടെ ഒന്ന് കൺസെപ്റ്റ് അല്ല, അതിൻ്റെ ഒരു വേരിയൻ്റ് ആണ്. അതായത് മറ്റു കാര്യങ്ങൾ നേരത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഫുൾ ഒരു ഹോൾ നമ്പർ കിട്ടുമായിരുന്നു, മാത്രമല്ല അടുത്തടുത്ത് 2 നമ്പേഴ്സും കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ന്യൂമറേറ്റർ നോക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്തടുത്തുള്ള 2 ഫാക്ടേഴ്സ് നോക്കുക. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. A walks at a uniform speed of 8 km/h and 8 hours after his start. B start on his cycle after him at a speed of 24 km/h. How far from the starting point will B catch A? Okay, B എത്ര ദൂരം സഞ്ചരിച്ചാലാണ് എയെ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുക? അപ്പോൾ നോക്കിയേ, ഈ ക്യാച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ ഒപ്പം എത്തിപ്പിടിക്കുക എന്ന് പറയുന്ന ആ ഒരു ലൈനിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ മറ്റൊരാളെ ഓടിപ്പിടിക്കണമെങ്കിൽ അവിടെ സമയം പുറമേ നിന്ന് ഓടിയെത്തുന്നയാളും, അതായത് ഇത് ഈ ഒരു സ്ട്രിങ്ങിനോട് കൂടെ ഫൈനൽ ആക്കി വെച്ചേക്കണം ഈ കൺസെപ്റ്റ്. ഇത് ബി ഉണ്ട്, ഇത് എ ഉണ്ട്. എ ഓടി ഇവിടെ എത്തും. ഈ എത്തുന്ന പോയിന്റ് വെച്ച് ക്യാച്ച് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ബി ആ സമയം കൊണ്ട് തന്നെ ഇവിടെ ഓടി എത്തണ്ടേ, അതായത് ആ സമയം കൊണ്ട് തന്നെ എന്ന് പറയുകയാണെങ്കിൽ എ ഇത്രയും ദൂരം ഓടുന്ന ടൈം കൊണ്ട് സെയിം ടൈമിനകത്ത് ബി ഇത്രയും ദൂരം ഓടി എത്തി പിടിച്ചാലേ അയാളെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും? ടൈം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് സ്പീഡിന് എങ്ങനെ മാറുന്നു അതുപോലെ തന്നെ ഡിസ്റ്റൻസും വ്യതിയാനം സംഭവിക്കുന്നതായിരിക്കും. അപ്പം നോക്കിക്കേ, ആദ്യത്തെ കേസ് നോക്കാൻ നേരം എ ആദ്യം സ്റ്റാർട്ട് ചെയ്ത്. എ എത്ര സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്? 8 km/h. ഇങ്ങനെ 8 മണിക്കൂർ സഞ്ചരിച്ചതിന് ശേഷമാണ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര?
8 × 8 ഇപ്പം എ ഇവിടെ നിൽക്കുന്നത് എത്ര 64 കിലോമീറ്റർ. ഇനി ബി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പം രണ്ട് പേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നേരം ഉള്ള ഇനിഷ്യൽ സെപ്പറേഷനാണ് 64 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ടൈം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അത് തന്നെ ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ എന്ത് വരും? എ ബി. എൻ്റെ സ്പീഡ് 8 km/h, ബിൻ്റെ സ്പീഡ് 24 km/h. റേഷ്യോ എടുക്കാൻ നേരം 1:3 വരും. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ സോറി ഇതിൻ്റെ സെയിം ഇത് എൻറ്റിറ്റീസ് തന്നെ ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും വരുന്നത്. അതായത് 1:3 തന്നെ ആയിരിക്കും ആരുടെയും, കാരണം സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡിസ്റ്റൻസ് അല്ലേ ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. എ 1 യൂണിറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ ബി മൊത്തത്തിൽ എത്ര യൂണിറ്റ് സഞ്ചരിക്കും? 3 യൂണിറ്റ് സഞ്ചരിക്കും. അതായത് ബി ഇത്രയും ഇവിടെ വെച്ചാണ് പിടിക്കുന്നതെങ്കിൽ എ ഇത്രയും സഞ്ചരിക്കുമ്പോൾ ബി മൊത്തത്തിൽ ഇത്രയും യൂണിറ്റ് സഞ്ചരിക്കണം. അപ്പോഴല്ലേ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ബി എത്ര സഞ്ചരിക്കണം? ഇത്രയും സഞ്ചരിക്കണം. അതെന്ന് പറയുന്നതാണ് 3 യൂണിറ്റ്. അപ്പോൾ 3 + 1 ടോട്ടൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് 3 + 1 എ ഇത്രയും സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? അതായത് എ സഞ്ചരിച്ചതും ബി സഞ്ചരിച്ചതും തമ്മിലുള്ള ഡിഫറൻസ് 3 - 1 2 യൂണിറ്റ് എന്ന് പറയുന്നതാണ്. നോക്കി, ഇത് മൊത്തം ബി സഞ്ചരിച്ചു, ഇത്രയും എ സഞ്ചരിച്ചു. അപ്പം ബിയുടെ ഡിസ്റ്റൻസ് മൈനസ് എയുടെ ഡിസ്റ്റൻസ് എത്ര കിട്ടും? 64 കിലോമീറ്റർ. അതായത് ഇൻറ്റു 32 ചെയ്യുമ്പോഴാണ് 64 കിലോമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ 3 യൂണിറ്റാണ് ബി സഞ്ചരിച്ചത്, അത് കിട്ടാനായിട്ട് 32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 96 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ബി. 96 കിലോമീറ്റർ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് ബി ഹാവ് ടു ട്രാവൽ, അല്ലെങ്കിൽ എ ക്യാച്ച് ചെയ്യാനായിട്ട് അത്രയും സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. Due to inclement in weather, an aeroplane reduced its speed by 300 km/h and reached the destination of 1200 km late by 2 hours. Then the scheduled duration of the flight was. Okay. ഇതും d/Δs × Δt വെച്ച് ചെയ്യേണ്ടതാണ്. d/Δs × Δt. അപ്പോൾ എത്ര വരും? ഡിസ്റ്റൻസ് 1200 ഉണ്ട്, എന്നിട്ട് സ്പീഡിൻ്റെ വേരിയേഷൻ 300, ടൈം എന്ന് പറയുന്നത് എത്ര? 2 hours. അപ്പോൾ 2 വരും. അതായത് 2നെ എങ്ങനെ അടുത്തടുത്ത് 2 ടൈംസിൽ എഴുതാം? 1 × 2 എന്ന് എഴുതാം. ഇനിയും സ്പീഡിൻ്റെ റേഷ്യോ 1:2 ആണോ 2:1 ആണോ എങ്ങനെ അറിയാം? ആദ്യത്തെ പാർട്ട് കൂടുതലായിരിക്കും, കാരണം രണ്ടാമത് സ്പീഡ് കുറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം 2 ആണെങ്കിൽ പിന്നെ അത് 1 ആയി. അപ്പോൾ 2:1 എന്നുള്ള റേഷ്യോയിലാണ് വരേണ്ടതെന്ന് മനസ്സിലായി. ഇതിൻ്റെ ഡിഫറൻസ് ആണ് 1 യൂണിറ്റ്. അതായത് 1 യൂണിറ്റ് സ്പീഡ് കുറച്ചു എന്ന് പറയുന്നതാണ് 300 km/h എന്ന് പറയുന്നത്. നമ്മൾ ചോദിച്ചെങ്കിൽ സ്പീഡാണോ? അല്ല, ഷെഡ്യൂൾഡ് ടൈം ആണ്. ഓക്കെ, അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ 2:1 ആണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ എന്ത് വരും? ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്, ഡിസ്റ്റൻസിന് മാറ്റമില്ലല്ലോ. 2 കേസിലും സ്പീഡ് കുറച്ചിട്ട് സഞ്ചരിക്കുന്നതും ആദ്യത്തെ സ്പീഡ് സഞ്ചരിക്കുമ്പോഴും ഉള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ്. അപ്പോൾ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. അതായത് സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അതിൻ്റെ റിവേഴ്സ് റെസിപ്രോക്കൽ വരും ടൈമിൻ്റെ റേഷ്യോ. അപ്പോൾ 1:2. അപ്പോൾ ഇനി നോക്കി, 1 യൂണിറ്റ് ടൈം കൂടേണ്ടി വന്നു എന്ന് പറയുന്നതാണ് 2 അവർ എന്ന് പറയുന്നത്. അതായത് 1 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ കേസ് സഞ്ചരിച്ച, അല്ലെങ്കിൽ ഒറിജിനലി സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമല്ലേ, അത് എത്രയെന്ന് കിട്ടി? 2 hours. അപ്പോൾ ഓപ്ഷൻ സി വിൽ ബി യുവർ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോസ്റ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ബേസിക് സർക്കിൾ. അതായത് പഠിച്ച കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള അടിസ്ഥാനത്തിലുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ്സ് ആക്കി അല്ലെ സർക്കിൾസ് ആക്കി ഇരുത്തും. അതിനുശേഷം നിങ്ങൾക്ക് വർക്കൗട്ട് മെറ്റീരിയൽ തരും ചെയ്യാനായിട്ട്. അതിൻ്റെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും കാണും. അതിനുശേഷം വരുന്നത് എക്സ്ട്രീം സർക്കിളാണ്, മെയിൻസ് ലെവൽ സെഷനാണ്, പ്രോഗ്രാമാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റിയും എണ്ണവും കൂടും. അവിടെയും നിങ്ങൾ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ്സ് ആക്കി സർക്കിൾസ് ആക്കി ഇരുത്തും. എന്നിട്ട് വർക്കൗട്ട് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അവിടെയും മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നത് സൂപ്പർ ബാച്ച് ആണ്. അപ്പോൾ ഓരോ എക്സാംസിനും തൊട്ട് മുമ്പ് ഒരു 1 month മിനിമം എങ്കിലും, അല്ലെങ്കിൽ മാക്സിമം 2 month എങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു വിതിൻ വീക്സിൽ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തി ബേസിക് ക്ലിയർ ആയ സ്റ്റുഡൻസ് മാത്രമേ ഇത് കയറാവുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റൻസ് 4 hour പ്രിപ്പറേഷൻ ആയിരിക്കും. ഒരു മോക്ക് മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
അതോടൊപ്പം നിങ്ങൾ സർക്കിൾസ് ആയിട്ടായിരിക്കും ഇരുത്തുന്നത്. അപ്പം മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഈ സെഷനിൽ കാണും. പിന്നെ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് ഈ സെഷനിൽ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ആ ഒരു എക്സാമിൻ്റെ കുറച്ചുകൂടെ റിസൾട്ട് ഓറിയൻറ്റഡ്, അതായത് ഈ തന്നേക്കുന്ന സെഷൻസിൽ 6 ലെവൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കൗട്ട് സെഷൻ എന്ന് പറയുന്നത് സൂപ്പർ ബാച്ച് തന്നെയാണ്. കാരണം എക്സാമിൻ്റെ ഒരു പെർട്ടിക്കുലർ ക്രാഷ് കോഴ്സ് പോലെ പോകുന്നൊരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ബേസിക്സ് നിങ്ങൾ ഈ മുമ്പ് പറഞ്ഞേക്കുന്ന സീരീസിൽ അല്ലെങ്കിൽ ലെവൽസ് വഴി ബേസിക് മാക്സിമം സ്ട്രോങ് ആക്കിയിട്ടേ സൂപ്പർ ബാച്ചിൽ കയറാവുള്ളൂ. അതിനുശേഷം വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. ഒബ്വിയസ്ലി നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് വെറുതെ ഐഡിയലായിട്ട് ഇരിക്കേണ്ട ഒരു സമയം വരും. അപ്പോൾ ആ ടൈമിൽ ഉഴപ്പി പോവാതിരിക്കാനായിട്ടാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞേക്കുന്ന ഒരു സെഷൻ വെച്ചേക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എത്രമാത്രം ലെവലായിട്ടുണ്ടോ ചെയ്ത് അത് ഫർദർ ബൂസ്റ്റ് ചെയ്യാനും അത് ഫർദർ ഡൗൺ ആവാതിരിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. PO എക്സാംസിനൊക്കെ ലാസ്റ്റ് സ്റ്റേജ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്കോറിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉറപ്പിക്കാൻ പറ്റുന്നത്. അപ്പം ഇൻ്റർവ്യൂവിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനലിറ്റിക്സ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു അവയർനെസ് നമുക്കിവിടെ പ്രൊവൈഡഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തോളാം. അപ്പോൾ ഓഫ്ലൈനും ഉണ്ട്, നമുക്ക് ഓൺലൈൻ കോച്ചിങ്ങും ഉണ്ട്. അപ്പം നിങ്ങളുടെ കംഫർട്ട് ഏതാണോ, വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നേക്കുന്ന നമ്പറിൽ ഓൺലൈൻ ഫാക്കൽറ്റീസിനെ കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറിച്ച് ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനിലും കോൺടാക്ട് ചെയ്തിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ. പ്ലേസസ് A and B are 396 km apart. Train X leaves from A to B for B and train Y leaves from B for A. അതായത് രണ്ടുപേരുടെ എക്സ് എന്ന് പറയുന്ന ട്രെയിൻ എന്ന് ബിയിൽ എത്തും, വൈ എന്ന് പറയുന്ന ട്രെയിൻ ബിന്ന് എയിലോട്ട് എത്തും. രണ്ടിൻ്റെ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റാ. Same time, same parallel tracks, both trains meet after 5 and 1/2 hours. The speed of, ഇത് ഞാൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം, സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ഇത്ര മാത്രം നോക്കിയാൽ മതി. എക്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വൈനേക്കാൾ 10 കുറവാണ്. ഓക്കെ, വൈൻ്റെ സ്പീഡ് വൈന്നും എടുത്തു. ഇത് ചെയ്യാൻ നേരം എങ്ങനെയാണ് സാറിന് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ബൈ, അതായത് അവർ തമ്മിൽ A മുതൽ B വരെ 396 കിലോമീറ്റർ ഉണ്ട്. ഇത് ബൈ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, സെയിം ടൈം. ഒരാൾ ബിന്ന് എയിലോട്ടും ഒരാൾ എന്ന് ബിയിലോട്ടും, അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്പീഡ് ആഡപ്പ് ആവും. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് y-10 പ്ലസ് y ആയിരിക്കും. അപ്പം ഇനിഷ്യൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പീപ്പിൾ ബൈ അവരുടെ സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് എടുക്കാൻ നേരം എന്ത് കിട്ടും? 5 and 1/2, 11/2 എന്ന് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ മതി, വൈയുടെ ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ ഹിൻഡ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് ആൻസർ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ. എങ്കിൽ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. എ കാർ കംപ്ലീറ്റഡ് എ ജേർണി ഇൻ 10 hours if it covers half of the journey at 40 km/h and the remaining half at 60 km/h. The distance covered by the car is. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഹാഫ് ഓഫ് ദ ടോട്ടൽ 10 hours എടുത്തിട്ടുണ്ട്, അടുത്ത ഹാഫ്. അപ്പോൾ ഇത് ചെയ്യാൻ നേരം നമുക്ക് ആവറേജ് സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം എൻ്റയർ ജേർണിയുടെ. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ഇൻറ്റു ടോട്ടൽ ടൈം. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2 × S1/S2. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ബൈ S1 + S2. ഇതേ ഇൻറ്റു ടോട്ടൽ ടൈം ചെയ്യണം. ഓക്കെ, ഇത് ആവറേജ് സ്പീഡ്, ഇത് ടോട്ടൽ ടൈം. അപ്പം 2 × 40 × 60. ഇത് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ. കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആവണം. എന്താണ്ട് ഫസ്റ്റ് ഹാഫ്, ആദ്യത്തെ ഹാഫ് 40 km/h, പിന്നെ റിമൈനിങ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പകുതിയും രണ്ടാം പകുതിയും എന്ന് പറഞ്ഞാൽ ആദ്യം രണ്ടിൻ്റെ വാല്യൂ സെയിം അല്ലേ, രണ്ടും ഡിസ്റ്റൻസ് സെയിമാണ്. അപ്പോൾ ബൈ S1 + S2 100 ഗുണം ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 10 hours. അതായത് 240 × 2 450 കിലോമീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. ആ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ഫോർമുലയും കൺസെപ്റ്റും, ഡിസ്റ്റൻസ് രണ്ട് സൈഡിലും സെയിം ആകുമ്പോഴേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കൺസെപ്റ്റും അപ്പോൾ ഈ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ വാക്സ് എ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി അറ്റ് 15 km/h ആൻഡ് ഫ്രം പോയിന്റ് ബി ടു എ അറ്റ് 30 km/h. If he takes 3 hours to complete the journey, then what is the distance from point A to B? നോക്കിക്കേ, ഇവിടെ നമുക്ക് മൊത്തത്തിൽ എത്ര ഇതുണ്ടെന്ന് തന്നിട്ടുണ്ട്. അതായത് 3 hours മൊത്തത്തിൽ ജേർണിക്ക് വേണ്ടി ആൾ എടുത്തിട്ടുണ്ട്. എയും ബിയും ഇവിടെയും ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്.
കാരണം എന്താ, ഒരാൾ എ ടു ബി ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ മറ്റേ ആൾ ബി ടു എ ആയിരിക്കും. അപ്പം ഡിസ്റ്റൻസ് സെയിം ആണ്, ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ആദ്യത്തെ ആൾ എ ടു ബിയിൽ പോകുന്നത് 15 km/h, തിരിച്ചുള്ള ആൾ 30 km/h. ഇങ്ങനെ രണ്ട് ഹാഫായിട്ടല്ലാതെ ഒറ്റൊരു സിംഗിളായിട്ട് തരികയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് S1 S2 ബൈ S1 പ്ലസ് S2 ഇൻറ്റു ടോട്ടൽ ടൈം. അപ്പോൾ S1 S2 എന്ന് പറയുന്നത് എപ്പോഴാണ് എത്ര, 15 ഗുണം 30 ബൈ 45, 15 പ്ലസ് 30 45 ഇൻറ്റു 3, 15 3 എത്ര വന്നു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 കിലോമീറ്റേഴ്സ് വന്നു. ഇപ്പോൾ നമ്മളിവിടെ ആവറേജ് സ്പീഡ് എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുകയാണെങ്കിൽ എന്താ, ഒരു ഹാഫ് ആണെങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസ് ആയിട്ട് പോകും. കാരണം ഇവിടെ രണ്ടാൾക്കാരും ഒരു ഹോൾ ലെങ്താണ് സഞ്ചരിച്ചേ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് എത്ര സ്പീഡിൽ സഞ്ചരിച്ചു, പിന്നെ സെക്കൻഡ് ഹാഫ് എത്ര സ്പീഡിൽ സഞ്ചരിച്ചു. അപ്പോൾ ഇതും കൂടെ കിട്ടും. അതായത് S1 S2 ബൈ S1 പ്ലസ് S2 ഇൻറ്റു ടോട്ടൽ ടൈം പ്ലസ് അടുത്ത S1 S2 ബൈ S1 പ്ലസ് S2 ഇൻറ്റു ടോട്ടൽ ടൈം. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരുന്നു മറ്റേ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കണം, നമുക്ക് 2S1 S2 ബൈ S1 പ്ലസ് S2 കിട്ടുന്നത്. ഈ കേസിൽ എന്ത് വരും, അത് 15 3 ഓക്കെ 30 ആയിട്ടിട്ടും. കാരണം ഇത് രണ്ടും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അല്ല, രണ്ടുപേരും സഞ്ചരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ ആണ് വ്യത്യാസം, ഡിസ്റ്റൻസ് സെയിം ആണ്. സോ നമ്മൾ 2 എടുക്കുകയാണെങ്കിൽ ഇത് 2 തവണ ആഡപ്പായിട്ട് നമുക്ക് ആൻസർ വരും. അങ്ങനെ വേണ്ട, അതുകൊണ്ട് S1 S2 നമ്മൾ എടുത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി. എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ മാൻ ഗോസ് ടു എ പ്ലേസ് ഓൺ ബൈസൈക്കിൾ അറ്റ് എ സ്പീഡ് ഓഫ് 16 km/h ആൻഡ് കം ബാക്സ് അറ്റ് എ ലോവർ സ്പീഡ്. ഇഫ് ദി ആവറേജ് സ്പീഡ് ഈസ് 6.4 km/h ഇൻ ടോട്ടൽ, ദെൻ ദ റിട്ടേൺ സ്പീഡ് ഈസ്. അപ്പോൾ ആവറേജ് സ്പീഡ് കാണുന്ന ഫോർമുല എന്തുവാ, 2S1 S2 ബൈ S1 പ്ലസ് S2. അതായത് 6.4 നമുക്ക് 64, 6.4 64 ബൈ 10 എഴുതാം. 2 ഇൻറ്റു ആദ്യത്തെ സ്പീഡ് 16, എനിക്ക് രണ്ടാമത്തെ സ്പീഡ് അറിയത്തില്ല, S2 ബൈ 16 പ്ലസ് എക്സ് S2. അപ്പോൾ 16, അപ്പോൾ 32 അല്ലേ, അപ്പോൾ ഇവിടെ 2 വരും, 5 വരും. അതായത് 5S2 ഈസിക്കൽ ടു 16 പ്ലസ് S2 ഇംപ്ലൈസ് S2 ഈസിക്വൽ ടു 4 km/h എന്ന് കിട്ടും. ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും നിങ്ങളുടെ ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ കവേഴ്സ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 km ഓൺ ബൈസൈക്കിൾ. ഫോർ ദ ഫസ്റ്റ് 2 hours ദ സ്പീഡ് വാസ് 20 km. അപ്പം 2 മണിക്കൂർ കൊണ്ട് അയാൾ 20 km/h സഞ്ചരിച്ചെങ്കിൽ അയാളുടെ ടോട്ടൽ അത്രയും സമയത്തിനുള്ളിൽ 2 മണിക്കൂറിൽ അയാൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്ര, സ്പീഡ് ഇൻറ്റു ടൈം. അതായത് 20 ഗുണം 2 40 km അയാൾ ഓൾറെഡി സഞ്ചരിച്ചു 2 മണിക്കൂറിനുള്ളിൽ. ഇനി റിമൈനിങ് എത്ര ഉള്ളത്, റിമൈനിങ് എന്ന് പറയുന്നത് 100 മൈനസ് 40 60 km ആണ്. ഈ 60 km ഇയാൾ എത്ര സമയം കൊണ്ട് സഞ്ചരിക്കണം? റെസ്റ്റ് ഓഫ് ജേർണി ഇറ്റ് കെയിം ഡൗൺ 10 km. ദി ആവറേജ് സ്പീഡ് വിൽ ബി. ഓക്കെ, അപ്പം നമ്മുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര, 100 km ആണ് അയാൾ സഞ്ചരിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് സ്പീഡാണെന്നല്ലേ ഉള്ളൂ. അപ്പം ആദ്യത്തെ കേസിൽ അയാൾ 2 മണിക്കൂർ എടുത്തു. രണ്ടാമത്തെ കേസിൽ അയാൾ 60 km സഞ്ചരിക്കണം. അപ്പം T2 രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 60 km എത്ര സ്പീഡിൽ, 10 km സ്പീഡിൽ പെർ അവറിൽ സഞ്ചരിക്കണം. അപ്പോൾ 6 മണിക്കൂർ അയാൾ എടുത്തു സഞ്ചരിക്കാനായിട്ട് 60 km/h. ഇനി നോക്കിക്കേ, അപ്പം 6 അപ്പം 100/8 എത്ര വരും, 12 ആൻഡ് 1/2, അതായത് 12.5 km/h ആയിരിക്കും എന്ത്, എൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ വിൽ ബി യുവർ ആൻസർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. മുമ്പ് ഹോംവർക്ക് ചലഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ട് ആൻഡ് സ്ട്രീംസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് അഡീഷണൽ റേഷ്യോ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് കുറച്ച് പേർക്ക് അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് അറിയത്തില്ലെങ്കിൽ അത് ആ സാധനം അപ്പം തന്നെ എഴുതിയെടുക്കണം. റേഷ്യോ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. അപ്പോൾ
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് സെഷനിൽ ബോട്ട് ആൻഡ് സ്ട്രീം വെച്ച് കാണുന്നവരേക്കും ബൈ.